എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. വചനം സ്വന്തമാക്കാം. വചനത്തെ സ്വന്തമാക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ തന്നെയാണ് സ്വന്തമാക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം തന്നെയായ ദൈവത്തെ നമുക്ക് സ്വന്തമാക്കണം. യേശയ്യാ 43:1 പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ് എന്ന്. കണ്ടോ, നീ എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്നു. ബാർസലോണിയയിലെ ഫിലിപ്പ് രാജാവിന് ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിര തന്റെ മേലെ ആരും കയറുവാൻ സമ്മതിച്ചിരുന്നില്ല. ആരെങ്കിലും അടുത്തേക്ക് ചെന്നാൽ അത് കുതിറി മാറുകയും തട്ടിത്തെറിപ്പിക്കുകയും ഒക്കെയാണ് അതിന്റെ പതിവ്. ഒരു ദിവസം രാജാവിന്റെ മകൻ അലക്സാണ്ടർ രാജകുമാരൻ പിതാവിനോട് ചോദിച്ചു, ഞാൻ ആ കുതിരയെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. പിതാവ് അനുവദിക്കുന്നില്ല. പിതാവ് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ അത് സമ്മതിച്ചില്ല. എന്നാൽ ഒരു ദിവസം രാജകുമാരൻ കുതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതിനെ അഴിച്ച് സൂര്യന് അഭിമുഖമായി കെട്ടി നിർത്തി. അപ്പോൾ അത് വളരെ ശാന്തമായി നിൽക്കുന്നു. സൂര്യന് എതിരെ നിന്നപ്പോൾ അതിന്റെ തന്നെ ഇരുൾ നിറഞ്ഞ നിഴല് കണ്ടിട്ടാണ് അത് ഭയപ്പെട്ട് കുതറി മാറിയത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളും ഇതുപോലെയാണ്. ദൈവത്തിന് അഭിമുഖമായി അവിടത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇരുൾ നിറഞ്ഞ അന്ധകാരം പിന്നിലേക്ക് മാറുകയും വളരെ വലിയ സമാധാനം നമുക്ക് കിട്ടുകയും ചെയ്യും. യേശയ്യാ 54:10 മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന് പറയുന്നു. വീണ്ടും യേശയ്യാ 60:19-20 തിരുവചനങ്ങളിൽ, പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരുക, നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല ഇനി പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. യേശയ്യാ 57:15 അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവിനെ നമുക്ക് കുമ്പിട്ടാരാധിക്കാം. സങ്കീർത്തനം 40:2 പറയുന്നു, ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി, എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ച് കാൽവെപ്പുകൾ സുരക്ഷിതമാക്കി. സങ്കീർത്തനം 40:16 പറയും, അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ ദൈവത്തിന് അഭിമുഖമായി അവിടത്തോട് ചേർന്നു നിന്ന് നമ്മുടെ ശിഷ്ടകാലം നമുക്കായിരിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.